നമസ്കാരം. അഗാരിക്കസ് മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്യാൻസർ ട്രീറ്റ്മെന്റിൽ ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് തെറാപ്പിയാണ് സൈറ്റോകൈൻ തെറാപ്പി. സൈറ്റോകൈൻസ് എന്ന് വെച്ചാൽ ലോ മോളിക്കുലർ വെയിറ്റ് ഉള്ള ഗ്ലൈക്കോപ്രോട്ടീൻസിനെയാണ് സൈറ്റോകൈൻ എന്ന് പറയുന്നത്. ഇവയെ സെക്രീറ്റ് ചെയ്യുന്നത് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ ഇമ്മ്യൂൺ ഇഫക്റ്റർ സെൽസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് സൈറ്റോകൈൻസിനുള്ളത്. Surgery and radiotherapy are types of treatment in solid tumors. Solid tumorsനെ റിമൂവ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സർജറിയും അതോടൊപ്പം തന്നെ റേഡിയോതെറാപ്പിയുമാണ്. At present, high grade and pure cytokines are made through recombinant DNA technology. ഇപ്പോഴത്തെ കാലത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജിയായ RDNA ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ഹൈ ഗ്രേഡും അതുപോലെ തന്നെ എക്സ്ട്രാ പ്യുവർ ആയിട്ടുള്ള സൈറ്റോകൈൻസിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ക്യാൻസർ ഇമ്മ്യൂണോതെറാപ്പിയിലാണ് ഈ സൈറ്റോകൈൻസിന് ഉപയോഗിക്കുന്നത്. ക്യാൻസർ ഇമ്മ്യൂണോതെറാപ്പിയിൽ ഉപയോഗിക്കുന്ന സൈറ്റോകൈൻസ് എന്നുള്ളത് ഇന്റർഫെറോൺ ആൽഫ, ബീറ്റ ആൻഡ് ഗാമ, അതുപോലെ തന്നെ ഇന്റർലൂക്കിൻ 1, 2, 4, 5, 12, GM, CSF ആൻഡ് TNF ആൽഫ തുടങ്ങിയിട്ടുള്ളവയാണ്. സൈറ്റോകൈൻ ഇമ്മ്യൂൺ തെറാപ്പി ഹാസ് ഇറ്റ്സ് ഓൺ ഡ്രോബാക്സ്. സൈറ്റോകൈൻ ഇമ്മ്യൂണോതെറാപ്പിക്ക് ഒരുപാട് സൈഡ് ഇഫക്റ്റും കൂടിയുണ്ട്. Administration of some cytokines has been shown to lead serious and even life-threatening consequence. സൈറ്റോകൈൻസിന് കറക്റ്റ് അമൗണ്ടിൽ കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ തെറ്റായ രീതിയിലാണെങ്കിൽ അത് ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ലൈഫ് ത്രെറ്റനിങ്, ജീവന് തന്നെ നാശം സംഭവിക്കാവുന്ന തരത്തിലുള്ള ഒരുപാട് സൈഡ് ഇഫക്റ്റ് ഇതുവഴി ഉണ്ടാകും. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർലൂക്കിനെ കുറിച്ചാണ്. ഇന്റർലൂക്കിൻ എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് സൈറ്റോകൈൻസ് ആണ്. അത് എക്സ്പ്രസ് ചെയ്യുന്നത് വൈറ്റ് ബ്ലഡ് സെൽസ് തന്നെയാണ്. It is used in combination with the cellular immune therapy. ഇന്റർലൂക്കിൻസിനെ സെല്ലുലാർ ഇമ്മ്യൂൺ തെറാപ്പിയിലെ കമ്പൈൻഡ് ഫോം ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്റർലൂക്കിൻസ് ബ്ലഡിലുള്ള ലിംഫോസൈറ്റിന്റെ അളവിനെ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ NK സെൽസ്, LAK സെല്ലിന്റെ ആക്ടിവിറ്റി ഇതിനൊക്കെ ഇൻക്രീസ് ചെയ്യും. ഒപ്പം തന്നെ TNF ആൽഫ, ഇന്റർലൂക്കിൻ 1, IFN ഗാമ ഇവയുടെയൊക്കെ എല്ലാ ആക്ടിവിറ്റിയും ഇന്റർലൂക്കിൻസ് ഇൻക്രീസ് ചെയ്യും. High dose interleukin 2 is toxic because it produce other cytokines by T cells. അധികം ഡോസ് ഇന്റർലൂക്കിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ശരീരത്തിന് തന്നെ ടോക്സിക് ആയിട്ട് വരും. മാത്രമല്ല അധികം ഡോസ് അപ്ലൈ ചെയ്യുമ്പോൾ T സെല്ലിൽ മറ്റ് സൈറ്റോകൈൻസിനെയും കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടും. which cause pulmonary edema and fever. അങ്ങനെ വരുമ്പോൾ നമുക്ക് പൾമണറി എഡിമയും ഫീവറും വരും. അതായത് നീരും പനിയും തുടങ്ങിയിട്ടുള്ള കുറേ ശാരീരിക അസ്വസ്ഥതകൾ വരും. This therapeutic approach has been approved in US for the treatment of melanomas and renal cell carcinomas. എന്നാൽ ഈ ട്രീറ്റ്മെന്റ് അമേരിക്കയിൽ ഇത് അനുവദിച്ചിട്ടുള്ളതാണ്. മെലനോമാസ് ട്രീറ്റ്മെന്റിലും റീനൽ സെൽ കാർസിനോമയുടെ ട്രീറ്റ്മെന്റിനും ഇന്റർലൂക്കിൻ വെച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് അവിടെ അപ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്യൂമർ നെക്രോസിസ് ഫാക്ടർ ആൽഫയെ കുറിച്ചും ബീറ്റയെ കുറിച്ചാണ്. അതായത് TNF ആൽഫ ആൻഡ് ബീറ്റ. They exhibit anti-tumor activity. TNF ആൽഫയ്ക്കും ബീറ്റയ്ക്കും ആന്റി ട്യൂമർ ആക്ടിവിറ്റി വളരെയധികം ഉണ്ട്. ബോത്ത് ആർ കേപ്പബിൾ ഓഫ് ഇൻഡ്യൂസിങ് ഹെമറാജിക് നെക്രോസിസ് ഓഫ് ട്യൂമേഴ്സ്. രണ്ടും ട്യൂമർ സെൽസിനെ എത്രയും പെട്ടെന്ന് സെൽ ഡെത്ത്, നെക്രോസിസ് വഴിയായിട്ട് നശിപ്പിച്ചു കളയാനുള്ള ഒരു സ്പെഷ്യൽ കപ്പാസിറ്റിയും കൂടിയുണ്ട്. ട്യൂമർ സെൽ അറ്റാക്ക് angiogenesis. This time TNF alpha inhibit their activity, thereby starving the tumor of nutrition, blood flow and oxygen, leading to death of tumor cells. Angiogenesis എന്ന് വെച്ചാൽ പുതിയതായിട്ട് ബ്ലഡ് വെസൽസിനെ ഫോം ചെയ്യുന്നതിനെയാണ് ആൻജിയോജെനിസിസ് എന്ന് പറയുന്നത്. ട്യൂമർ സെൽസ്
എപ്പോഴാണോ ഇത്തരം പുതിയതായിട്ട് ഫോം ചെയ്തിട്ടുള്ള ന്യൂ ബ്ലഡ് വെസൽസിനെ അറ്റാക്ക് ചെയ്യുന്നത് ആ സമയത്ത് TNF ആൽഫ ട്യൂമർ സെൽസിന്റെ പല ആക്ടിവിറ്റീനെയും ഇൻഹിബിറ്റ് ചെയ്യും. അതുവഴി എന്തുണ്ടാവും? ട്യൂമർ സെൽസ് ന്യൂട്രീഷൻസ് കിട്ടാണ്ടും ബ്ലഡ് ഫ്ലോ ഇല്ലാതെയും ഓക്സിജൻ ഇല്ലാതെയും ഓട്ടോമാറ്റിക്കലി സെൽ ഡിസ്ട്രക്ഷൻ ട്യൂമർ സെൽസിന്റെ അവിടെ സംഭവിക്കും. TNF ആൽഫ തെറാപ്പി ഹാസ് ഇറ്റ്സ് ഓൺ ലിമിറ്റേഷൻ. TNF ആൽഫ തെറാപ്പിക്ക് അതിൻ്റെതായ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇറ്റ്സ് ഷോർട്ട് ഹാഫ് ലൈഫ്, റിപ്പീറ്റഡ് ഇഞ്ചക്ഷൻസ് ആർ നെസസറി വിച്ച് ലീഡ്സ് ടു മെനി സൈഡ് ഇഫക്റ്റ് ലൈക്ക് ഫീവർ, ബ്ലഡ് പ്രഷർ ആൻഡ് ഡിക്രീസ് WBC കൗണ്ട്. അതായത് TNF ആൽഫ തെറാപ്പി ചെയ്യുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻ വേണ്ടി വരും. കാരണം ഹാഫ് ലൈഫ് TNF ആൽഫയ്ക്കുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻ നമ്മൾ ഒരു പേഷ്യന്റിന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ പേഷ്യന്റിലെ പനി കൂടാനും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യിക്കാനും അതുപോലെ വൈറ്റ് ബ്ലഡ് സെൽസിന്റെ എമൗണ്ട് കുറയാനുള്ള സാധ്യതയും കൂടിയുണ്ട്. Only the drawback with this treatment is TNF alpha highly toxic and cause many undesirable side effects. ഏറ്റവും പ്രധാനപ്പെട്ട TNF ആൽഫയുടെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് ഹൈലി ടോക്സിക് ആണ്. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് സൈഡ് ഇഫക്റ്റും പേഷ്യൻസിൽ ഉണ്ടാകും. റെക്കമെൻഡഡ് ഡോസ് ഫോർ ഹ്യൂമൻ ട്രീറ്റ്മെന്റ് ഈസ് 0.04 mg per kilogram body weight. TNF ആൽഫ ഒരു മനുഷ്യന് കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 0.04 mg per kilogram, അതായത് ഒരു കിലോഗ്രാമിന് 0.04 mg ആണ്. അത് വെച്ചിട്ട് ഒരു ആളുടെ വെയിറ്റ് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം TNF ആൽഫയുടെ ഡോസ് കൊടുക്കാനായിട്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൽഫ ഇന്റർഫെറോണിനെ കുറിച്ചാണ്, അതായത് IFN ആൽഫ. It is type 1 interferon capable of increasing the lytic potential of natural killer cells and increases the class 1 hematocy expression of various cell type. It is largely produced by leukocytes. അതായത് ആൽഫ ഇന്റർഫെറോൺ എന്നുള്ളത് ടൈപ്പ് 1 ഇന്റർഫെറോൺ ആണ്. ഇവ നാച്ചുറൽ കില്ലർ സെൽസിന്റെ ലൈറ്റിക് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും, അതായത് മറ്റു സെൽസിനെ നശിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂട്ടും. അതുപോലെ തന്നെ ക്ലാസ് 1 MHC മോളിക്യൂളിന്റെ എക്സ്പ്രഷൻ, അതായത് സെൽസിന്റെ സർഫസിലുള്ള ക്ലാസ് 1 MHC മോളിക്യൂളിന്റെ എക്സ്പ്രഷന്റെ എമൗണ്ടും കൂട്ടും. അതുവഴിയായിട്ട് ഇറ്റ് ഈസ് ലാർജ്ലി പ്രൊഡ്യൂസ്ഡ് ബൈ ലൂക്കോസൈറ്റ്സ്. ലൂക്കോസൈറ്റ്സിന്റെ എമൗണ്ടും കൂടും. Clinical trials of humans showed that administration of IFN alpha causes complete destruction of tumor. മനുഷ്യരിലെ ഒരുപാട് ക്ലിനിക്കൽ ട്രയൽസ് IFN ആൽഫ വെച്ച് നടത്തിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് എന്ന് പറഞ്ഞാൽ ട്യൂമർ സെൽസിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസ്ട്രക്ഷൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. They are myeloma, leukemia, lymphoma and solid tumors such as melanoma, sarcoma, renal tumor and breast cancer. മെയിൻ ആയിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളത് മൈലോമ, ലുക്കീമിയ, ലിംഫോമയിലും സോളിഡ് ട്യൂമർ ആയിട്ടുള്ള മെലനോമ, സാർക്കോമ, റീനൽ ട്യൂമർ, ബ്രസ്റ്റ് ക്യാൻസർ, ഇതിലൊക്കെ നല്ലൊരു റിസൾട്ടാണ് IFN ആൽഫ ഉപയോഗിച്ചിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രോത്ത് ഫാക്ടേഴ്സിനെ കുറിച്ചാണ്. Granulocyte macrophage colony stimulating factor and granulocyte colony stimulating factor are used in cancer treatment. Cancer treatment ഉപയോഗിക്കുന്ന രണ്ട് ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ് GM-CSF ഉം GCSF ഉം. After chemotherapy or bone marrow transplantation, the patient suffer from neutropenia. കീമോതെറാപ്പി അല്ലെങ്കിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസ് ന്യൂട്രോപീനിയ സഫർ ചെയ്യും. ന്യൂട്രോപീനിയ എന്ന് വെച്ചാൽ ന്യൂട്രോഫിലിന്റെ കൗണ്ട് വല്ലാതെ കുറയുന്നൊരവസ്ഥ. GM-CSF or GCSF known to stimulate maturation of granulocytes, thereby indirectly enhancing tumor immune response. GM-CSF ഉം അല്ലെങ്കിൽ GCSF ഗ്രാനുലോസൈറ്റ്സിന്റെ മെച്ചുറേഷനെയാണ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്.
ഗ്രാനുലോസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസോഫിൽസ്, ഈസ്നോഫിൽസ്, ന്യൂട്രോഫിൽസ്, മാസ്റ്റ് സെൽസ്. അതുവഴി ട്യൂമർ ഇമ്മ്യൂൺ റെസ്പോൺസും എൻഹാൻസ് ചെയ്യിക്കും. അതായത് ട്യൂമർ സെൽസിനെ കില്ല് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടി ഇവിടെ കൂടുകയാണ് ഉണ്ടാവുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.